ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് റീസണിങ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാ എക്സാംസിനും ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി മുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്പെസിഫൈഡ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മളത് സ്പെസിഫൈഡ് ആയിട്ട് എക്സാമിന് തൊട്ട് മുന്നേ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണതായിരിക്കും. അതല്ലാണ്ട് ചെയ്യണതെല്ലാം തന്നെ എല്ലാ എക്സാംസിനും സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനും എല്ലാം നമുക്ക് യൂസ് ആവുന്ന പോലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, രാഹുൽ ആൻഡ് കുസും ആർ ഗുഡ് ഇൻ ഹിന്ദി ആൻഡ് മാത്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ രണ്ട് സബ്ജക്റ്റ് എഴുതി, ഹിന്ദി, മാത്സ്. സമീർ ആൻഡ് രാഹുൽ ആർ ഗുഡ് ഇൻ ഹിന്ദി ആൻഡ് ബയോളജി. അപ്പൊ ബയോളജിയും കൂടെ വേണം. ഗീത ആൻഡ് കുസും ആർ ഗുഡ് ഇൻ മറാത്തി ആൻഡ് മാത്സ്. അപ്പൊ ഇനി ഇവിടെ എന്ത് വേണം? മറാത്തി വേണം. ദെൻ പിന്നെ ഒരു സബ്ജക്റ്റ് ഏതാണ്? ഹിസ്റ്ററി ആണ്. ഇത് ഒരുമിച്ച് തന്നെ എഴുതി പോകുന്നതായിരിക്കും കേട്ടോ നല്ലത്. രാഹുൽ, കുസും ഇവർ രണ്ടുപേരും ഏതിനാണ്? ഹിന്ദിക്കും മാത്സിനും. അപ്പൊ രാഹുലും കുസുമും ഹിന്ദി മാത്സ് ആണ്. സമീർ ആൻഡ് രാഹുൽ ആർ ഗുഡ് ഇൻ ഹിന്ദി ആൻഡ് ബയോളജി. അപ്പൊ ഹിന്ദിയിൽ ആര് കൂടെ ഉണ്ട്? സമീർ കൂടെ ഉണ്ട്. ഇനി ബയോളജിയിൽ രാഹുലും ഉണ്ട്, സമീറും ഉണ്ട്. ഗീത ആൻഡ് കുസും ആർ ഗുഡ് ഇൻ മറാത്തി ആൻഡ് മാത്സ്. ഗീത മാത്സിലുണ്ട്. മറാത്തിയിൽ ആരൊക്കെയുണ്ട്? ഗീതയും ഉണ്ട്, കുസുമും ഉണ്ട്. ഓക്കെ, അടുത്തത് സമീർ, ഗീത ആൻഡ് മിഹിർ ആർ ഗുഡ് ഇൻ ഹിസ്റ്ററി ആൻഡ് ബയോളജി. അപ്പൊ സമീർ ഹിസ്റ്ററിയിൽ ഓൾറെഡി, ബയോളജിയിൽ ഓൾറെഡി ഉണ്ട്. സമീർ ഇനി എവിടെയും വരുന്നുണ്ട്? ഹിസ്റ്ററിയിലും വരുന്നുണ്ട്. ദെൻ ഗീത ഓൾസോ ബയോളജിയിലും വരുന്നുണ്ട്, ഹിസ്റ്ററിയിലും വരുന്നുണ്ട്. പിന്നെ ആരാ വരുന്നത്? മിഹിർ ബയോളജിയിലും വരുന്നുണ്ട്, ഹിസ്റ്ററിയിലും വരുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഉള്ളത്. ഇനി നമുക്ക് നോക്കാം, ബയോളജിയിലും മറാത്തിയിലും ഒരുപോലെ നല്ലത് ആരൊക്കെയാണ്? ബയോളജിയിൽ ആരുണ്ട്? ഗീത ഉണ്ട്, മറാത്തിയിലും ഗീതയുണ്ട്. സോ അതാരാണ്? ഗീതയാണ് രണ്ടിലും ഗുഡ് ആയിട്ടുള്ളത്. ഇനി ഹിന്ദി, മറാത്തി, മാത്സ്. ഹിന്ദി, മറാത്തി, മാത്സ് ഇത് മൂന്നിടത്തും ഉള്ളത് ആരാണ്? കുസുമാണ് അല്ലെ ഉള്ളത്. ഹിന്ദി, മാത്സ്, മറാത്തിയിൽ ഉള്ളത് ആരാണ്? കുസുമാണ്. ഓക്കെ, അടുത്തത്, ഹു ഇസ് ഗുഡ് ഇൻ മാത്സ്, ബയോളജി ആൻഡ് ഹിന്ദി. ഹിന്ദിയിൽ ഇവരൊക്കെ ഉണ്ട്. മാത്സിൽ ഇതിൽ ആരൊക്കെയാ ഉള്ളത്? കുസും, രാഹുൽ ഉണ്ട് അല്ലെ. ഇനി ബയോളജിയിൽ ആരാ ഉള്ളത്? ഇവര് ഈ രണ്ടെണ്ണത്തിൽ നിന്നും ഗീതയുണ്ട്, പക്ഷെ ഗീത ഹിന്ദിയിൽ ഗുഡ് അല്ല. സമീർ ഉണ്ട്, പക്ഷെ സമീർ മാത്സിൽ ഗുഡ് അല്ല. സോ മൂന്നിടത്തും ഉള്ളത് ആരാണ്? രാഹുലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? എക്സാമിന് ഇത് 3 ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. 3 മാർക്കാണ് നമുക്ക് ഇത് പ്രോപ്പർ ആയിട്ട് ചെയ്താൽ കിട്ടുക. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6 days from today it will be the 20th of the month. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, സോറി, ഇത് കഴിഞ്ഞതിൽ ഞാനത് മാറ്റിയിടാൻ മറന്നുപോയതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. ഹൃത്തിക് ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ബിസി ഷെഡ്യൂൾ ഫൈൻഡ്സ് ടൈം ടു റെസ്റ്റ്. ബിസി ഷെഡ്യൂൾ. അപ്പോൾ ഹൃത്തിക്കിന് എന്താണ്? ബിസി ആയിട്ടുള്ള ഷെഡ്യൂൾ ആണെന്ന് മനസ്സിലായി. ആ ഷെഡ്യൂളിനകത്തും അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? റെസ്റ്റ് എടുക്കാനുള്ള സമയം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഹൃത്തിക് ഈസ് ആൻ ഓർഗനൈസ്ഡ് പേഴ്സൺ ആണല്ലേ. കാരണം എന്താണ്? ബിസി ഷെഡ്യൂൾ ഒക്കെയാണ്, എന്നാലും എന്ത് ചെയ്യുന്നുണ്ട്? റെസ്റ്റ് എടുക്കാനുള്ള സമയം കണ്ടെത്തുന്നുണ്ട്. അപ്പൊ എന്താണ്? ഓർഗനൈസേഷൻ ഉണ്ട്. റെസ്റ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ എ ബിസി പേഴ്സൺ ആണല്ലേ. എത്ര ബിസി ഷെഡ്യൂൾ ആണെങ്കിലും എന്ത് വേണം? റെസ്റ്റ് വേണം. അപ്പൊ എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം കൺക്ലൂഷൻ 1 and 2 ഫോളോ ചെയ്യാൻ പറ്റും അല്ലെ. ശരിയല്ലേ? ഓക്കെ, അടുത്തത്, ഇഫ് ഇതിങ്ങനെ തന്നിട്ടുണ്ട്, എക്സ്പ്രഷൻ ആണ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ എന്ത് ചെയ്താൽ മതി? മൈനസ് ആണെങ്കിൽ അവിടെ എന്താണ്? ഡിവിഷൻ ആണ് അല്ലെ. 45 ഡിവൈഡഡ് ബൈ 9. പ്ലസ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇൻറ്റു 4. ദെൻ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ പ്ലസ് ആണ്, പ്ലസ് 5. 45 ബൈ 9 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 ഇൻറ്റു 4 പ്ലസ് 5. 5 ഇൻറ്റു 4 20. 20 പ്ലസ് 5 എന്താണ്? 25 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. 25 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത്,
if A equal to 1 and PAT equal to PAT equal to 37. A 1 ആണെങ്കിൽ PAT എന്താണ്? P എന്ന് പറഞ്ഞാൽ 16 ആണ് പ്ലസ് 1 പ്ലസ് T എന്ന് പറഞ്ഞാൽ 20 ആണ്. അത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 37 കിട്ടുന്നത് അല്ലേ? അപ്പൊ നമ്മൾ പാർട്ട് നോക്കുകയാണ്. പാർട്ടിന്റെ നോക്കുകയാണ്. P എന്താണ്? 16 ആണ്. A 1 ആണ്. R എന്താ? 18 ആണ്. T 20 ആണ്. ഓൾറെഡി പാറ്റ് നമുക്ക് 37 ആണെന്ന് അറിയാം. പ്ലസ് 18 ചെയ്താൽ മതി. 37 പ്ലസ് 10 47. 47 പ്ലസ് 8 എന്ന് പറയുമ്പോൾ എത്ര വരും? 47 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 50 വരും. പിന്നെ ഒരു 5. സോ നമ്മുടെ ആൻസർ എന്താ വരിക? 55 ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ കാൽക്കുലേഷൻ മാക്സിമം സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് റീത്ത ഇൻട്രൊഡ്യൂസ്ഡ് സീമ ആസ് ഹർ മദേഴ്സ് ഫാദേഴ്സ് ഓൺലി സൺസ് ഡോട്ടർ. ഓക്കെ, അപ്പൊ റീത്തയുടെ അമ്മ, റീത്തയുടെ മദർ, റീത്തയുടെ അമ്മയുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ അത് റീത്തയുടെ ആരാണ്? ഗ്രാൻഡ് ഫാദർ ആണ് അല്ലെ? റീത്തയുടെ ഗ്രാൻഡ് ഫാദർ. അദ്ദേഹത്തിന്റെ മകൻ, അദ്ദേഹത്തിന്റെ മകൻ എന്ന് പറയുമ്പോൾ റീത്തയുടെ അങ്കിൾ. അദ്ദേഹത്തിന്റെ മകൾ എന്ന് പറയുമ്പോൾ റീത്തയുടെ ആരാണത്? കസിൻ ആണ് അല്ലെ? റീത്തയുടെ കസിൻ ആണ് സീമ എന്ന് പറയുന്നത്. മനസ്സിലായോ? റീത്തയുടെ കസിൻ ആണ് സീമ. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ റീത്തയുമായിട്ടുള്ള ആരോടാണോ പറയുന്നത് അവരുമായിട്ടുള്ള റിലേഷൻ എഴുതി പോയി കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ നാഷണൽ അനിമൽ, ദേശീയ മൃഗമാണ് ടൈഗർ. USA ദേശീയ മൃഗം അപ്പൊ എന്താണ്? ബാൾഡ് ഈഗിൾ ആണ് USA. മനസ്സിലായോ? ബാൾഡ് ഈഗിൾ ആണ് USA. അടുത്തത് നെക്സ്റ്റും ഒരു ബ്ലഡ് റിലേഷൻ തന്നെയാണ്. ഗണേഷ് സെഡ് അഞ്ജലി ഈസ് മൈ പറ്റേണൽ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി ഡോട്ടർ ഇൻ ലോസ് ഓൺലി ഗ്രാൻഡ് ഡോട്ടർ. ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഗണേഷിന്റെ പറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാദർ then grandfather അല്ലെ? അച്ഛന്റെ അച്ഛൻ. അദ്ദേഹത്തിന്റെ ഡോട്ടർ ഇൻ ലോ എന്ന് പറഞ്ഞാല് ആരായിരിക്കും? മൈ പറ്റേണൽ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി ഡോട്ടർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ ഗണേഷിന്റെ ആരാണ്? മദർ ആണ് അല്ലെ? ഗണേഷിന്റെ മദർ ആണ്. അവരുടെ ഓൺലി ഗ്രാൻഡ് ഡോട്ടർ. അപ്പോ ഒന്നുകിൽ അത് ആരായിരിക്കും? ഗണേഷിന്റെ മകളായിരിക്കും. പക്ഷെ ഗണേഷ് ഈ സിംഗിൾ എന്ന് പറയുന്നുണ്ട്, ഒരു സിബ്ലിംഗ് ആണ് ഉള്ളത് എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അഞ്ജലി ഗണേഷിന്റെ ആരായിരിക്കും? ഗണേഷ് അഞ്ജലിയുടെ ആരായിരിക്കും? മറ്റേണൽ അങ്കിൾ ആണ് അല്ലെ? ഓൺലി സിബ്ലിംഗ് എന്ന് പറയുമ്പോൾ അത് ഒരു സിസ്റ്റർ ആണെന്നും പറയുന്നുണ്ട് കേട്ടോ. സിസ്റ്റർ ആണെന്ന് പറയുന്നുണ്ട്, ഞാൻ അത് വിട്ടുപോയി എന്ന് തോന്നുന്നു. അപ്പൊ മറ്റേണൽ അങ്കിൾ ആണ് ഗണേഷ്. അഞ്ജലിയുടെ മറ്റേണൽ അങ്കിൾ ആണ് ഗണേഷ്. ഓക്കെ, അടുത്തത് സെന്റൻസ് റീഅറേഞ്ച് ചെയ്യാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് എങ്ങനെയാ ചെയ്യാവുന്ന വായിച്ചു നോക്ക്. ആർ ഇൻഹിബിറ്റിംഗ്, അതെന്തായാലും ആദ്യം വരില്ല അല്ലെ? റാദർ ദാൻ എന്താന്നും വരില്ല. സൊല്യൂഷൻസ് ടു പ്രോബ്ലംസ് ദാറ്റ് they look for creative solutions to problems that are inhibiting progress rather than the conventional solution of outsourcing. ശരിയല്ലേ? QSPR ഈ ഒരു ഫോമിലല്ലേ വരിക എന്നൊന്ന് നോക്ക്. QSPR ഈ ഒരു ഫോമിലല്ലേ ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊരു മീനിങ് ഫുൾ സെന്റൻസ് ആയിട്ട് കിട്ടുന്നത് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അടുത്തത് ഇഫ് പ്ലൂട്ടോ ഈക്വൽ ടു, ഓക്കെ, പ്ലൂട്ടോ PLUTO QKVSP എന്താണെന്ന് നോക്ക്. PQKLUV അതായത് PQKLUVSTOP അങ്ങനെയാണ് അല്ലെ? ഓൾട്ടർനേറ്റ് ആയിട്ട് ഫോർവേഡും ബാക്ക്വേർഡും ഉള്ളതാണ്. അപ്പൊ ആദ്യം ST, എയുടെ മുന്നേ Z, T കഴിഞ്ഞാല് TU, യുടെ മുന്നേ എന്താ വരിക? T ആണ് വരിക അല്ലെ? RSMN. അപ്പൊ നമ്മുടെ ആൻസർ വരിക TZUTSM എന്നാണ് ആൻസർ വരിക. ഓക്കെ,
അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാ എക്സാംസിനും, സെൻട്രൽ ഗവൺമെന്റിന്റെ എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ടൈപ്പ് ഒരു 10 പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. RRB, SSC, അതുപോലെ ബാങ്ക് ആണെങ്കിലും അല്ലാണ്ട് വേറെ ഏത് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും നമുക്ക് എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻസും ഈ ഒരു വീഡിയോയും യൂസ്ഫുൾ ആയിരിക്കും. അപ്പം RRBയുടെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്, എക്സാം എഴുതി യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ കമന്റ് സെക്ഷനിൽ കൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ പോലെ തന്നെ ഈ വീഡിയോസ് യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നവർക്ക് ഇതൊന്ന് ഷെയർ കൂടെ ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.